ഹലോ, ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മെറ്റീരിയൽ വെച്ച് ചെയ്ത ഫ്രോക്ക്. സോഫ്റ്റ് ആയിട്ടുള്ള ഷിമ്മറി ഓർഗൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ഫുള്ള് ചെയ്തേക്കുന്നത്. സ്ലീവ് ഇതാ ഇതുപോലത്തെ ഒരു സ്ലീവാണ് കൊടുത്തേക്കുന്നത്. ബാക്കിൽ സിബല്ല, അതിന് പകരമായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ഹുക്കാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് റെഡ് ഫ്ലവർ അറ്റാച്ച് ചെയ്യാനുണ്ട്. കഴിഞ്ഞ ദിവസം സോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്ത റെഡ് ഫ്ലവർ ഇതിന് വേണ്ടിയുള്ളതായിരുന്നു. ഒരു സെറ്റ് ഫ്ലവർ ആണെങ്കിൽ ഷോൾഡറിൻ്റെ വലത്തേ സൈഡിലും ബാക്കി യോക്ക് പോർഷനിലുമായിട്ടാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അന്ന് കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതൊന്ന് ഫോൾഡ് ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പം ഇതിൽ ഫ്ലവർ ഇതിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഫോൾഡ് ആവാതിരിക്കാൻ വേണ്ടി ഇത് തിരിച്ച് വയ്ക്കുക. കാരണം ഈ ഒരു മെറ്റീരിയലിൻ്റെ അകവും പുറവും സെയിം തന്നെയാണ്. അപ്പം ഈ ഫോൾഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ആണ് ഈ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ഫ്ലവർ വെച്ചേക്കുന്നത് വെച്ചാൽ 3 സെറ്റായിട്ടാണ്. 2 വലുതും ഒരു ചെറുതും അങ്ങനത്തെ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ പഞ്ചിങ് ആ ഒരു മെഷീൻ വെച്ചിട്ട് ഗോൾഡൻ ബീഡ്സ് വെച്ച് പഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തത് വലിയ ഫ്ലവറും പിന്നെ ഒരു ചെറിയ ഫ്ലവർ, എന്നിട്ട് ബീഡ്സ് വെച്ചിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ 7 ഫ്രോക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു സെറ്റ് ഫ്ലവറും കൂടെ വരുന്നുണ്ട്. അത് ഈ രണ്ടെണ്ണത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ്. ഇത് രണ്ടും കറക്റ്റായിട്ടെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് നീഡിലിട്ടിട്ട് അടുത്ത സെറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത് 2 ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സെയിം രണ്ടും ചെയ്ത പോലെ തന്നെ താഴത്തെ ഭാഗത്ത് 2 ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ട് സിൽവർ ബീഡ്സ് ആണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യുന്നത്. സിൽവർ ബീഡ്സ് വെച്ച് പഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി അതുപോലെ തന്നെ യോക്ക് പോർഷനിലും ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആ ഒരു വലത്തെ സൈഡിൽ 3 സെറ്റ് ഫ്ലവേഴ്സ് വരും. പിന്നെ യോക്ക് പോർഷനിലും പിന്നെ ഇങ്ങനെ താഴോട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ സ്കേർട്ട് പോർഷനിലും കുറച്ച് വരുന്നുണ്ട്. ഇത് സഹോദയ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു ഫ്രോക്കായിരുന്നു. ഇങ്ങനെ 7 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയ ഓർഡറാണ്. ഇതൊരു തത്തമ്മയുടെ ഒരു ആക്ഷൻ സോങ്ങിന് വേണ്ടിയുള്ളൊരു ഫ്രോക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു റെഡ് ഗ്രീൻ കോംബോയിൽ ചെയ്തിട്ടുള്ളത്. CBSEയുടെ സഹോദയ കോമ്പറ്റീഷന് പിള്ളേർക്ക് പോകാൻ വേണ്ടിയായിരുന്നു, KG സ്റ്റുഡൻസിന്. ഇതുപോലത്തെ ഫ്രോക്കുകൾ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് എനിക്ക് ഡയറക്റ്റ് DM ചെയ്യുക. ഇതുപോലെ ബൾക്കായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലാതെ സിംഗിൾ ഫ്രോക്ക് ബർത്ത്ഡേ ഫ്രോക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഫ്രോക്ക് കൂടാതെ കയ്യിലിടുന്നൊരു ഗ്ലൗസും പിന്നെ ഇതുപോലത്തെ ഒരു നെക്ക് ബാൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിബണും ഫ്ലവറും വെച്ചിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു നെക്ക് ബാൻഡാണ്. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ബൈ.